കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽവിലാസം തന്നെ നഷ്ടപ്പെട്ടു പോയ, കോൺഗ്രസിന്റെ വലിയ ആധിപത്യമുണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു. അവർ ദീർഘകാലം ഭരിച്ചിട്ടും എന്താണ് ആ സംസ്ഥാനത്തും പഴയപടി തന്നെ നിന്നു എന്നുള്ളതാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇന്ത്യയിലെ വളരെ അപരിഷ്കൃതമായി മുന്നോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരുന്നവരെ ഒക്കെ തന്നെ ഒരു മുഖ്യധാരയിലേക്ക് മാറ്റുകയും ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തത്. അതിൻ്റെ തെളിവായിരുന്നു ഈ ശൗചാലയങ്ങളും മറ്റും സ്ഥാപിച്ചത്. ഇതൊക്കെ അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീജനങ്ങളെ, അവിടുത്തെ എന്നല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ത്രീജനങ്ങളെ മുൻപേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് രാജ്യം മുഴുവൻ ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി അതിന് പിന്നാലെ പ്രഖ്യാപിച്ചു, കേരളം ഉൾപ്പെടെ നേട്ടം കൈവരിക്കാൻ പോവുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളവും തമിഴ്നാടും ആസാമും ബംഗാളുമാണ്. ഇവിടേക്കൊക്കെ കടന്നു കയറുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ബംഗാളിൽ ഭരണം ഇവർക്ക് ഏതാണ്ട് അടുത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു സൂചന കൂടിയാണ് നൽകിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.